ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് റനായ. അപ്പോൾ എന്തൊക്കെയുണ്ട് എൻ്റെ കൂട്ടുകാരെ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണ്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം ലെറ്റ്സ് കട്ട് ടു ദ ചേസ്. വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ടുഡേയ്സ് ടോപ്പിക്. നിങ്ങൾ ഓൾറെഡി ഇന്നത്തെ വീഡിയോയിൽ തംബ്നെയിൽ കണ്ട് കാണും. അതായത് ഹൗ ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ഇൻ ആൻ ഇൻ്റർവ്യൂ. ഒരു ഇൻ്റർനാഷണൽ ലെവൽ സ്കൂൾസിലൊക്കെ നിങ്ങൾ ജോബിന് പോകുമ്പോൾ ഹൗ ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഇതെനിക്കൊരു പേഴ്സണൽ എൻക്വയറി ആയിട്ടും കൂടെ വന്ന സംഗതിയാണ് കേട്ടോ. എങ്ങനെ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ആൻഡ് ദ പോസിബിൾ ക്വസ്റ്റ്യൻസ് ദാറ്റ് യു ക്യാൻ എക്സ്പെക്ട് ഫോർ ആൻ ഇൻ്റർവ്യൂ അപ്പാർട്ട് ഫ്രം ദ സബ്ജക്റ്റ് നോളജ്. ഓക്കെ, ഒരു സബ്ജക്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ അല്ലാതെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ്, ജനറൽ ക്വസ്റ്റ്യൻസ് ദാറ്റ് വി ക്യാൻ എക്സ്പെക്ട് ഫോർ ആൻ ഇൻ്റർവ്യൂ, ദെൻ ഹൗ വി ഹാവ് ടു വൈൻഡ് അപ്പ് ആൻ ഇൻ്റർവ്യൂ എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും. ഞാൻ UAE ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് എങ്ങനെയായിരുന്നു ഞാൻ പ്രസൻറ്റ് ചെയ്തതും എന്നുള്ളതും കൂടിയാണ് പറയുന്നത്. ഓക്കെ, സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് റനായ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഫസ്റ്റ് എനിക്ക് വന്നൊരു എൻക്വയറി എന്ന് വെച്ചിരുന്നാൽ ഹൗ ടു ഇൻട്രൊഡ്യൂസ് അവർ സെൽഫ് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ സംശയങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറയണം, നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസൊക്കെ നമ്മൾ ആഡ് ചെയ്യണോ എന്നുള്ളതായിരുന്നു ഫസ്റ്റ് വന്ന ഒരു എൻക്വയറി. നോ നീഡ് ടു ആഡ് യുവർ ഫാമിലി ഡീറ്റെയിൽസ് വെൻ യു ആർ ഇൻട്രൊഡ്യൂസിങ് യുവർ സെൽഫ്. ഞാനും അത് ചെയ്തിട്ടില്ല. ഓക്കെ, അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല എന്നുള്ളത് വേണം ആക്ച്വലി പറയാൻ. ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 99% ആൾക്കാർക്കും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന് പറയുന്നത്, ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂവിന് ഞാൻ ഇവിടുന്ന് ഭയങ്കര ഒരു ഗടാഗടിയനായിട്ടുള്ള രീതിയിലൊക്കെ ഞാൻ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനൊക്കെ ഇവിടുന്ന് പഠിച്ച് പാസ്സായിട്ടായിരുന്നു പോയത്. പക്ഷേ ആ 99% കഴിഞ്ഞിട്ട് 1% ഉണ്ടല്ലോ, അതിൽ വന്ന ആളാണ് ഞാൻ. എന്നോടത് ചോദിച്ചിട്ടേ ഇല്ല. പക്ഷേ എനിക്ക് മുന്നേ കയറിയവരോടും എനിക്ക് പിന്നെ കയറിയവരോടും എല്ലാം ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 99%ഉം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ഞാനും പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് പോയത്. അപ്പം ഞാൻ എന്ത് പ്രിപ്പയർ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ എന്നോട് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നില്ല. എനിക്ക് മുന്നേ കയറിയവരോടും പിന്നെ കയറിയവരോടും ഒക്കെ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു. ആ 1% വന്ന ആളാണ് ഞാൻ, ചോദിച്ചില്ല എന്നോട്. പക്ഷേ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത്. സോ യു ക്യാൻ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ്, tell me about yourself. Yes, so you can expect a question like this, tell me about yourself. So first of all, you have to greet them, okay? Then you have to say like this, thank you so much, sir, for giving me this opportunity to introduce myself. I am Ranaya and I'm from India and my hometown is Kerala. Then regarding my education qualification, I have completed my post-graduation in English language and literature. Also, I secured my Bachelor of Education on the same subject. Apart from that, I also qualified state eligibility test also. Then regarding my experience, I have 10 years of teaching experience in this field of teaching, and currently I would like to extend my service in international level also. Apart from that, also I would like to upgrade my teaching status also. That's all about me, sir. Okay, so this is how I prepared a self introduction for myself when I was searching a job in UAE. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നുള്ളൂ. നോ നീഡ് ടു ആഡ് എനി ബ്ലാ 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 തിങ്സ് ലൈക്ക് മൈ ഹസ്ബൻഡ് ഇസ് വർക്കിംഗ് ഹിയർ, മൈ ഫാദർ ഇസ് വർക്കിംഗ് ദെയർ, മദർ ഇസ് വർക്കിംഗ് ദെയർ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോ നീഡ് ടു ആഡ് ദോസ് തിങ്സ്. ഇഫ് ദേ ആസ്ക് ഡെഫിനറ്റ്ലി യു ക്യാൻ ആഡ്. അല്ലാതെ വെൻ ദേ ആർ ആസ്കിംഗ് ഫോർ എ സെൽഫ് ഇൻട്രൊഡക്ഷൻ, നോ നീഡ് ടു ആഡ് ദോസ് തിങ്സ്. യുവർ ബിലോങ്ങിങ്സ് നോ നീഡ് ടു ആഡ്. ഓക്കെ, just explain what you are. Okay, and it should be crisp and clear also. പിന്നെ പിന്നെ ആൾക്കാർ ചോദിക്കാറുണ്ട് ഹോബീസ് ആഡ് ചെയ്യണോ എന്നുള്ളത്. ആക്ച്വലി ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി വെദർ വി ഷുഡ് ആഡ് ഹോബീസ് ഓർ നോട്ട്. ഇറ്റ് ഇസ് നോട്ട് മാൻഡേറ്ററി. ദാറ്റ്സ് പ്യൂർലി അപ് ടു യുവർ ചോയ്സ്. എനിവേ ഐ നെവർ ആഡഡ് എനി ഹോബീസ്. ഇഫ് ദേ ആസ്ക് എനി ക്വസ്റ്റ്യൻസ് വാട്ട്സ് യുവർ ഹോബി, ദെൻ യു ക്യാൻ ആഡ്. ഓക്കെ, എനിവേ ഞാനത് പ്രിപ്പയർ ചെയ്തിരുന്നില്ല. ഹോബീസിന് വേണ്ടിയിട്ടൊന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നില്ല. ചോദിക്കുകയാണെങ്കിൽ ഓക്കെ, ഐ എം ഫോണ്ട് ഓഫ് സിംഗിങ്, ദെൻ ഐ എം ഗുഡ് അറ്റ് ഡാൻസിങ് എന്നൊക്കെ പറയാം എന്നുള്ളതേ വിചാരിച്ചിരുന്നുള്ളൂ. ഓക്കെ, അല്ലാതെ ഞാൻ ഇത്രയും കാര്യങ്ങൾ മാത്രമായിരുന്നു എൻ്റെ ഒരു, ബിക്കോസ് ഞാൻ എന്താണ് എന്നുള്ളത് മാത്രമാണ് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറയുന്നത്. ഓക്കെ, കാരണം അവർക്ക് ഇത്രയും ഒരു ലോങ് ഇൻട്രൊഡക്ഷൻ കേട്ടോണ്ടിരിക്കാനുള്ള സമയമില്ല. അവർക്ക് വേണ്ട കാര്യങ്ങൾ അവിടെ നമ്മൾ കൊടുക്കുക. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ, നമുക്ക് PG ഉണ്ടോ, നമുക്ക് BEd ഉണ്ടോ, ഈ കാര്യങ്ങൾ എത്ര ഉണ്ടോ എന്നുള്ളത് മാത്രമാണ്
അവർക്ക് ആ ഇൻട്രൊഡക്ഷനിൽ നിന്ന് അറിയേണ്ടത് അതത്രയും കൊടുക്കുക. അല്ലാതെ നമ്മുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു, അമ്മ എന്ത് ചെയ്യുന്നു, നമ്മൾ എവിടെ നിന്ന് വരുന്നു, ഇത്രയും കാര്യങ്ങളൊന്നും നാട്ടിൽ എവിടെയാണ് അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ, ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളുക. ഇത്രയും കാര്യങ്ങളെ ഞാൻ എൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എന്നോട് അത് ചോദിച്ചില്ല. പക്ഷേ എനിക്ക് മുന്നേ കയറിയവരോടും പിന്നെ കയറിയവരോടും ഒക്കെ ഞാൻ ചോദിച്ചിരുന്നു, നിങ്ങൾ എന്താ സെൽഫ് ഇൻട്രൊഡക്ഷന് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോഴും അവരും ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, കാരണം നമ്മൾ ഓരോന്ന് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് അവർ ഇങ്ങോട്ട് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ കറക്റ്റ് കാര്യങ്ങൾ മാത്രം അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുക, അല്ലാതെ എല്ലാം കൂടെ വാരി പറക്കി ഇട്ട് കൊടുക്കരുത്. നമുക്ക് തന്നെ അത് പണിയാവും. ഓക്കെ, അപ്പോൾ എത്രയും ബ്രീഫ് ആക്കണം, പ്ലസ് add all the points, എല്ലാ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സും അതിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ സെൽഫ് ഇൻട്രൊഡക്ഷൻ. അഗൈൻ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് അനദർ പോസിബിൾ ക്വസ്റ്റ്യൻസ് ദാറ്റ് യു ക്യാൻ എക്സ്പെക്ട്. ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഐ പ്രിപ്പയർഡ് ഇസ് വൈ യു ചൂസ് ടീച്ചിങ്. എന്തുകൊണ്ട് നിങ്ങൾ ടീച്ചിങ് ചൂസ് ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ യു ക്യാൻ എക്സ്പെക്ട്. ഓക്കെ, അത് നിങ്ങളുടെ വ്യൂ പോയിന്റ് ആണ്. ആക്ച്വലി ദാറ്റ്സ് ആൻസർ ഇസ് പ്യുവർലി അപ് ടു യുവർ ചോയ്സ്. നിങ്ങൾ എന്ത് ടീച്ചിങ് ചൂസ് ചെയ്തു എന്നുള്ള കാര്യം അത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. പക്ഷെ ഞാൻ എന്ത് പ്രിപ്പയർ ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ ആൻസർ തന്നെ പറയണം എന്നുള്ളതല്ല, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ അനുസരിച്ചുള്ളതാണ്. ബട്ട് ഫോർ എ റെഫറൻസ് ഐ എം മേക്കിംഗ് ദിസ് വീഡിയോ. ഓക്കെ, സോ ഐ പ്രിപ്പയർഡ് ആൻ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഓൾസോ. വൈ യു ചൂസ് ടീച്ചിങ് ആസ് യുവർ പ്രൊഫഷൻ? Then I said an answer. First of all, I'm very much passionate about teaching. Apart from that, I always have a knowledge that teachers are the one who is creating or one who is shaping the next generation. Okay, because we are playing with the children, playing with the future of the children. So I would like to create a best and very best society. That's why I choose this profession as teaching, as a teacher. That was the answer that I prepared. Okay, അപ്പോൾ ടീച്ചർ ആയതുകൊണ്ട്, ടീച്ചേഴ്സാണ് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനെ ഹാൻഡിൽ ചെയ്യുന്നതും എനിക്ക് ടീച്ചിങ് ഇഷ്ടമായതുകൊണ്ടും കുട്ടികളെ പറഞ്ഞ് കാര്യങ്ങൾ ഒരു ഫ്യൂച്ചർ ബെറ്റർ ജനറേഷൻ ഉണ്ടാക്കിയെടുക്കാനുമുള്ള ഇഷ്ടം കൊണ്ടാണ് ടീച്ചിങ് എടുത്തതെന്നാണ് ഞാനന്ന് പറഞ്ഞത്. ഓക്കെ, യെസ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് യു ക്യാൻ എക്സ്പെക്ട് ഇസ് വൈ യു ചൂസ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ for your teaching career. Okay, so this question that you can expect, I also prepared answer for this question also. These are the personal questions. Okay, apart from the subject questions, so you can say an answer like this. Yes sir, of course I have a clear answer for this question. I came to UAE as part of searching a job, teaching job. Okay, and as part of my searching I saw about the school. Then I was very much impressed about the vision of the school also, and if it was possible please say that vision also. Okay, so I was very much impressed by the vision of the school, and that really suits with my vision too. So I thought it is better to come here for an interview. That's why I choose this institution. Okay, so like this you can answer. Okay, ഇനി നമ്മളൊരു ഇൻ്റർവ്യൂ എൻഡ് ചെയ്യാൻ നേരം യു ക്യാൻ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ്. ഡു യു ഹാവ് എനി ക്വരീസ് ഓർ ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ടു അസ്? ആ ഒരു ഇൻ്റർവ്യൂ പാനലിൽ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഞങ്ങളോട് ചോദിക്കാനുണ്ടോ എന്നുള്ളത്. ഓഫ് കോഴ്സ് ഇത് എല്ലാവരോടും ചോദിക്കാറുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ആൻസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് അവരോടായിട്ട് എനിക്കൊന്നും ചോദിക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ ഒന്നും ചോദിച്ചില്ല, അതാണ് അതിൻ്റെ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അങ്ങനെ ചോദിച്ചാൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ എന്നിരുന്നാലും ഇറ്റ് ഈസ് ബെറ്റർ ടു വൈൻഡ് അപ്പ് വിത്ത് എ പോസിറ്റീവ് നോട്ട്. നിങ്ങൾക്ക് അവിടെ കയറണം എന്ന ഒരു ആഗ്രഹമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഓടിക്കയറി എനിക്ക് സാലറി എന്ത് കിട്ടും, എനിക്ക് വിസ പ്രൊവൈഡ് ചെയ്യുമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആദ്യമേ കയറി, അതായത് നിങ്ങളൊരു ഫ്രഷറാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു എക്സ്പീരിയൻസ്ഡ് ഹാൻഡാണ്, യു എയിൽ തന്നെ മറ്റ് പല സ്കൂൾസിലുമൊക്കെ പഠിപ്പിച്ച് ഒരു 4-5 വർഷത്തെ ഒരു മിനിമം ഒരു 1 ഇയർ എങ്കിലും ഒക്കെ എക്സ്പീരിയൻസ് കഴിഞ്ഞ് വന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. നമുക്ക് എങ്ങനെയാണ് സാർ ഞാനിവിടെ വന്ന് കഴിഞ്ഞിരുന്നാൽ എനിക്ക് വിസ പ്രൊവൈഡ് ചെയ്യുമോ എന്നൊക്കെ ഉള്ളത് ചോദിക്കാം. അതൊരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണ് സാധാരണ അങ്ങനെ ചോദിക്കുന്നത്. നിങ്ങളൊരു ഫ്രഷറാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു ആസ്ക് സച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇത് എൻ്റെ അഭിപ്രായം, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമാണ്. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. Sir, I don't have any personal queries or personal questions regarding this institution, but I would like to wind up this interview by informing I really wish to be a part of this institution, and I'm expecting a positive feedback about this interview also, and I'm expecting a positive call also. That's all about me, sir. ഇത്രയും പറഞ്ഞിട്ടാണ്
ഞാൻ വൈൻഡ് അപ്പ് ചെയ്തത്. ഞാൻ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് സാലറി എന്താണെന്നോ അങ്ങനെ ഒന്നും ഞാൻ ചോദിച്ചിരുന്നില്ല. കാരണം അതെല്ലാം HR ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിപ്പോൾ അതുകൊണ്ട് ഇൻ്റർവ്യൂ പാനലിൽ നമ്മളത് പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം ഇൻ്റർവ്യൂ പാനലിൽ പറഞ്ഞിരുന്നാലും അവർ നമ്മളോട് പറയും അതൊക്കെ വിൽ ഡിസ്കസ് ത്രൂ HR എന്നേ പറയാൻ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ സജഷനാണ്, ദാറ്റ്സ് പ്യുവർലി അപ് ടു യുവർ ചോയ്സ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതായത് നമ്മളൊരു ഫ്രഷറാണ് എന്നുണ്ടെങ്കിൽ ആദ്യമേ ചാടിക്കയറി അങ്ങനെയൊന്നും ചോദിക്കാതെ ഇരിക്കുക. നിങ്ങൾക്ക് അവിടെ ഒരു ജോലി വേണം എന്നൊക്കെ ഉള്ളതാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉടനെ കയറി എനിക്ക് സാലറി എന്ത് കിട്ടും അങ്ങനെ ഉടനെ ചോദിക്കാതെ ഇരിക്കുക. അത് നിങ്ങൾക്ക് ചോദിക്കാം, HR ആയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ, ജനറൽ ഇൻ്റർവ്യൂ പാനലിന് അങ്ങനെ ചോദിക്കണം എന്നില്ല. ഞാൻ ചോദിച്ചിരുന്നില്ല കേട്ടോ, ഞാൻ അങ്ങനെ ചോദിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് ഞാനൊരു ഫ്രഷറാണല്ലോ. UAE ചെല്ലുന്ന സമയത്ത് നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും UAE ഐ ഡോണ്ട് ഹാവ് എനി എക്സ്പീരിയൻസ്. ഐ വാസ് കംപ്ലീറ്റ്ലി ക്ലൂലെസ് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടണം എന്നുള്ളതായിരുന്നു എൻ്റെ മൈൻഡിൽ ആ ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേറെ UAE പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കൂടുതലൊന്നും എനിക്ക് ചോദിക്കാനും എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, സർ ഐ ഡോണ്ട് ഹാവ് എനി പേഴ്സണൽ ക്വയറീസ് റിഗാർഡിംഗ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ബട്ട് ഐ റിയലി വിഷ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഐ എം എക്സ്പെക്ടിങ് എ പോസിറ്റീവ് ഫീഡ്ബാക്ക് about this interview and I'm expecting a call from this institution. ഇത്രയുമായിരുന്നു ഞാനെന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, പിന്നെ അത് കൂടാതെ എൻ്റെ കയ്യിലൊരു പേപ്പറും തന്നിരുന്നു. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ആയിട്ട് എഴുതണോ എന്നുണ്ടെങ്കിൽ എഴുതാം എന്നുള്ളത്. അബൌട്ട് ദിസ് ഇൻ്റർവ്യൂവിനെ പറ്റി ഒരു ഫീഡ്ബാക്ക് എന്തെങ്കിലും, അത് ഒരു സ്കൂളിൽ നിന്ന് എന്നോട് പറഞ്ഞോളൂ കേട്ടോ. ഭവൻസിന് മാത്രമേ അത് പറഞ്ഞോളൂ. ഞാൻ ആദ്യം പോയ സ്കൂളിൽ നിന്ന് എന്നോടത് പറഞ്ഞിരുന്നില്ല. ഇങ്ങനെയൊന്നും ഒരു ഫീഡ്ബാക്ക് എഴുതി താന്നൊന്നും പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഫീഡ്ബാക്ക് ഒക്കെ കൊടുക്കുമ്പോഴാണെങ്കിലും അത് ഇൻ്റർവ്യൂ നിങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യുന്നോ അതനുസരിച്ചേ ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. കഴിവതും ഗീവ് എ പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ, എപ്പോഴും ഒരു പോസിറ്റീവ് ആംബിയൻസ് ഉള്ളവരെ തന്നെയാണല്ലോ എല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കുക. നമ്മൾ ആദ്യമേ തന്നെ കയറി നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാരെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും പ്രിഫർ ചെയ്യില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് അറിയാവുന്ന കാര്യങ്ങളുമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതെല്ലാത്തിലും ഉപരി നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് നിങ്ങളുടെ ഒപ്പീനിയനാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതേപോലെ തന്നെ നിങ്ങൾ പറയണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്കൊരു റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ചോദിക്കുന്ന സമയത്ത് അത് ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഈ ഒരുപാട് വാരി വലിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക. അതായത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ എക്സ്പീരിയൻസ്, പിന്നെ നിങ്ങളുടെ ഒരു വിഷൻ, ഇതൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത്രയും മതി. ഓക്കെ, അല്ല നമ്മൾ വീട്ടിലാരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ളത് പറയേണ്ട ആവശ്യമില്ല. അത് നമ്മളോട് ചോദിച്ചോളും. എപ്പോഴാണ് നമ്മുടെ ഒരു HR ആയിരിക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. കാരണം ഈ വിസ അടിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഹസ്ബൻഡ് വിസയിലാണോ, ഇവിടെ ആരൊക്കെയുണ്ട്, എത്ര നാൾ കാണും, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് അത് നമ്മളോട് HR ചോദിച്ചോളും കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇത്രയൊക്കെ പ്രിപ്പയർ ചെയ്തിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ that's all about today's video. Again, we can meet with yet another video. Till then, bye from Ranaya.